ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ശ്രീറാം ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ IPO റിവ്യൂ ആണ് ഈ വീഡിയോ. സോ ഈ IPO 23rd ഫെബ്രുവരി ആരംഭിച്ച് 25th ഫെബ്രുവരിയാണ് നിൽക്കുന്നത്. സോ 2nd മാർച്ചിനാണ് ഈ IPO ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കൻ ട്രേഡ് ഡീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽ സെക്ടർ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. സോ ശ്രീറാം ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ ബേസ്ഡ് ആയിട്ട്, ടെക്സ്റ്റൈൽ ഒരു പ്യുവർ പ്ലേ അല്ല എങ്കിലും യാനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ഈ കമ്പനിയെക്കുറിച്ച് ആദ്യം പറയട്ടെ. 13 വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണിത്. ഇത് ബിസിനസ് ടു ബിസിനസ് മാനുഫാക്ചറാണ്. അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിനാണ്, ഒരു കസ്റ്റമറുമായിട്ട് നേരിട്ട് ഇടപെടുന്നില്ല. ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ മറ്റ് ബിസിനസ്സുകൾക്കാണ് കൊടുക്കുന്നത്. അവരത് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് പോകുന്നത്. ഇവർ പ്രത്യേകിച്ച് ഈ ചണവും മറ്റ് തുണിയുടെ നാരുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. സോ സ്പിന്നിങ് ഫെസിലിറ്റി ഇവർക്ക് രാജ്കോട്ടിലാണുള്ളത്, ഗുജറാത്തിൽ. അതുപോലെ തന്നെ ഒരു സ്പിന്നിങ് കൗണ്ട് 27,744 സ്പെൻഡിൽ കൗണ്ട്സ് ഇവർക്കുണ്ട്, അത് ഉപയോഗിക്കുന്ന മെഷീനറീസും കാര്യങ്ങളൊക്കെ. അതുപോലെ യാൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 9,855 മെട്രിക് ടൺ പെർ ആനം കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത്. കഴിഞ്ഞ വർഷം 2025 സാമ്പത്തിക വർഷത്തിൽ 250 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ 94% ഇവരുടെ ഇന്ത്യയിൽ നിന്നുള്ള സെയിൽസ് തന്നെയാണ് വരുന്നത്. ഇന്ത്യയിൽ തന്നെയാണ് ഇവരുടെ സപ്ലൈ ചെയ്യുന്നത്. മെയിൻലി ഗുജറാത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കി വരുന്ന ഭാഗം 10% മാത്രമാണ് എക്സ്പോർട്ട് റവന്യൂ വരുന്നത്. ഇനി ഇവരുടെ സപ്ലയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 സപ്ലയേഴ്സിനാണ് ഇവരുടെ 80% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇവർ കൊടുക്കുന്ന ഇവരുടെ പ്രധാനപ്പെട്ട 10 ബിസിനസ്സുകളിൽ നിന്നാണ് ഇവർക്ക് 80% റവന്യൂ വരുന്നത്. അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ റിസ്ക് കൂടി ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. സോ IPO കുറിച്ച് പറയുകയാണെങ്കിൽ 110 കോടി രൂപയുടെ IPO ആണിത്. ഇതിൽ 44 എൻറ്റയർലി ഫ്രഷ് ഇഷ്യൂ ആണ്. ഒന്നും തന്നെ ഓഫർ ഫോർ സെയിൽ അല്ല. കംപ്ലീറ്റ് ആയിട്ട് കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ 110 കോടി രൂപയും കമ്പനിയിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. 44 കോടി രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റലാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. 39 കോടി രൂപ ഏകദേശം 4.2 മെഗാവാട്ടിൻ്റെ വിൻഡ് എനർജി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഉപയോഗിക്കുന്നത്. അതുപോലെ 15 കോടി രൂപ അവരുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. മൊത്തം 61 കോടി രൂപയുടെ കടമാണ് ഈ കമ്പനിക്കുള്ളത്. അതിൽ 15 കോടി രൂപ ഇതിൽ നിന്നും ഇവർ തിരിച്ച് റീപേ ചെയ്യുമെന്നാണ് പറയുന്നത്. 95 രൂപ മുതൽ 104 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 416 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണിത്. ഇതിൽ 26% ഡൈല്യൂട്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ 10% മാത്രമാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23 ഫെബ്രുവരിക്ക് ആരംഭിച്ച് 25 ഫെബ്രുവരി വരെയാണ് IPO ഓപ്പൺ ആവുന്നത്. 2nd മാർച്ചിനാണ് ഈ IPO ലിസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇനി കമ്പനിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ IPO റിവ്യൂ, സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഞാൻ റിസർച്ച് അനലിസ്റ്റാണ്, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം 3 വർഷത്തെ ഫിസിക്കൽസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7% CAGR ഗ്രോത്ത് ആണ് ഈ കമ്പനി റവന്യൂവിൽ കാണിച്ചിരിക്കുന്നത്. അത് കമ്പനിയുടെ GDP താഴെയാണെന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർ വാല്യൂ ചെയിനിൽ ഈ കമ്പനി ഇല്ല. ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു യാൺ പ്രൊഡ്യൂസിങ് മാത്രമാണ്. അതായത് മാനുഫാക്ചറിങ്ങും മറ്റുള്ള ടെക്സ്റ്റൈലിൻ്റെ മറ്റ് രംഗങ്ങളിൽ ഈ കമ്പനി ഇല്ല. അത് ഒരൊറ്റ രംഗത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ മാർജിൻ വളരെ സ്ലിമ്മാണ്. 3% മാർജിൻ മാത്രമാണ് 2025 വരെ ഈ കമ്പനിക്ക് ഉള്ളത്. ഇനി 2026 കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 6 മന്ത്സിൻ്റെ റവന്യൂ 132 കോടി രൂപയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 7 കോടി രൂപയുമാണ്. അതായത് 5.3% നെറ്റ് മാർജിൻ മാത്രമാണ് കമ്പനിക്കുള്ളത്. അത് ഈ IPOക്ക് തൊട്ട് മുമ്പാണ്. മറ്റ് 3%, 3.5%ലേക്ക് നിന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഇയറിൽ, ഫസ്റ്റ് ഈ 2026 സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് 6 മന്ത്സിൽ ഒരു ഷെയറിന് ഏകദേശം EPS 2 രൂപ 38 പൈസയാണ്. 2025 ഒരു വർഷത്തെ മൊത്തം EPS എന്ന് പറയുന്നത് 2 രൂപ 72 പൈസയായിരുന്നു. അപ്പോൾ IPOക്ക് തൊട്ട് മുമ്പ് 6 മാസം കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏർണിംഗ് പെർ ഷെയറിന് മുകളിലേക്ക് കമ്പനി വന്നതായിട്ട് കാണുന്നു. 61 കോടി രൂപയുടെ ഡെറ്റാണുള്ളത്. അത് 46 കോടി രൂപയായിട്ട് ഇപ്പോൾ കുറയും. കാരണം 15 കോടി രൂപ അവർ റീപേ ചെയ്യുന്നുണ്ട്. നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാൽ 81 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. IPOക്ക് ശേഷം അത് 190 കോടി രൂപയായിട്ട് എക്സ്പാൻഡ് ആവുന്നു. പ്രൈസിങ് നോക്കിയാൽ അതിൻ്റെ അപ്പർ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ 104 രൂപ പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ
പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് ഏകദേശം 11.5 ടൈംസിലാണുള്ളത്. ഈ ഫസ്റ്റ് 2026 6 മന്ത്സിന്റെ കണക്കെടുക്കുന്ന സമയം അത് ആനുവലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു സ്മോൾ ബിസിനസ് ടു ബിസിനസ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഇവർക്ക് മാർജിൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള അംബിക കോട്ടൺ മിൽസും അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ 700 കോടി രൂപയുടെ സെയിൽസ് വരുന്നുണ്ട് വർഷം. 8 മുതൽ 9% വരെ നെറ്റ് മാർജിൻ കാണിക്കുന്നുണ്ട്. അവർ ട്രേഡ് ചെയ്തത് വെറും 12.8%. അത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ ഹിസ്റ്റോറിക് ഫിനാൻഷ്യൽസ് നോക്കുമ്പോൾ കമ്പനിയുടെ IPO ഡോക്യുമെന്റിലും ചില എറേഴ്സ് കാണാൻ പറ്റുന്നത്. കാരണം പേജ് നമ്പർ 352 352 ഇവരുടെ ഈ RHP ഫയൽ ചെയ്തതിൽ കാണിക്കാൻ പറ്റുന്നവരുടെ കമൻസ്മെന്റ്സ് ഓഫ് ട്രേഡിങ്ങും 2 മാർച്ച് ആയിട്ടാണ് കാണിക്കുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായം, ഈ ഒരു IPOയിൽ വേറെ ഒന്നും തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു ടെക്സ്റ്റൈൽ സ്റ്റോക്കാണ് വേണമെങ്കിൽ വേറെയും പല സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു IPO വേണം നിർബന്ധമില്ല. വേണമേ ഉള്ളെങ്കിൽ യെസ് യു ക്യാൻ ഗോ അഹെഡ്. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ ഓൺലി. ഒരുപാട് സ്റ്റോക്കുകൾ നല്ല നല്ല സെക്ടറുകളിൽ അട്രാക്റ്റീവായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. സോ നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽസ് കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ലിങ്കിലുള്ള ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം എക്സ്പെക്ട് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.